അപ്പച്ചി, ഈ അഴേ എന്റെ അമ്മ കെട്ടിയതാ. സഞ്ജു ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോ അവൻ കൊണ്ടുവന്ന കയറുകൊണ്ട് കെട്ടിയതാ. അപ്പച്ചി എന്തിനാ ഇതിൽ തുണിയിടണേ? ഇന്നലത്തേക്ക് നോക്കി നീ ചവിട്ടിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? അപ്പച്ചിയുടെ നെഞ്ചത്ത്. അന്ന് പെടക്കി അങ്ങട് കൈ അഴുക്കാവും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അല്ലാണ്ട് പേടിച്ചിട്ടല്ല. ഇല്ലടി, പുളുന്തൂസം നിന്നെ ആർക്ക് പേടി? ചേച്ചി എന്താണ് ഇവിടെ നിക്കുവായിരുന്നു, എവിടെയൊക്കെ തപ്പിയെന്നറിയാവോ? എന്തിനു തപ്പിയേ? നീയേ ഇവിടെ എടുത്തോണ്ട് വെക്കോ, ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തട്ടിയിടിന്റെ ഉള്ളിൽ താഴേക്ക് ഒന്ന് കാണട്ടെ, ഒന്ന് തട്ടിയിട്ടേ. എന്റെ ദൈവമേ, ടെറസാണ്, വെറുതെ അലമ്പുണ്ടാക്കാതെ. പറ, എന്താണ് ചേച്ചി? എനിക്കൊരു കണ്ടന്റ് ഉണ്ട് ചേച്ചി, പറയാൻ. എന്താ കണ്ടന്റ്? കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. ഇവളെ ഇപ്പൊ വിളിച്ചോണ്ടോ ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും, ഞാൻ ഉണ്ടാക്കി തരാം. അപ്പച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ കണ്ടന്റ് ഞാൻ ഉണ്ടാക്കിക്കോളാം. ശവായിന്ന് പറഞ്ഞു. അടങ്ങി ചേച്ചി, വെറുതെ പിള്ളേരെ പോലെ അടി ഉണ്ടാക്കാതെ. നത്തിന് വിളിച്ചോണ്ട് പോണ്ട. നത്ത് ഉണ്ടകടി. എന്റെ പൊന്നോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേച്ചി, നല്ലൊരു കണ്ടന്റാ. പറയ്. അച്ഛനും അമ്മയും തമ്മിൽ മുട്ട വഴക്ക്. ഇതാണ് കണ്ടന്റ്. വാട്ട് എ ന്യൂ ജനറേഷൻ പിള്ളേർ. അച്ഛനമ്മമാര് തല്ലുപിടിക്കുന്നത് കണ്ടന്റ് ഉണ്ടാക്കുന്നു. നാണല്ലേ? അതല്ല, പിന്നെന്താണ്? അച്ഛൻ എന്താ അമ്മയടുത്ത് പറഞ്ഞെന്നറിയാവോ? എന്താണ് പറഞ്ഞേ? വല്ല അച്ഛൻ അമ്മയുടെ പൈസ അടിച്ചു മാറ്റിയുണ്ടോ? അതാണോ? അതല്ല. പിന്നെന്താ? വല്ല മാലയൊക്കെ അടിച്ചു മാറ്റിയ? അതല്ലെന്ന്. പിന്നെന്താണ്? ചേച്ചി, അച്ഛൻ പറയുവാണേ, ഈ വീട്ടില് പെണ്ണുങ്ങളൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, ആണുങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതിയെന്ന്. അതെവിടത്തെ പരിപാടിയാണ്? ഒരുമാതിരി വൃത്തികെട്ട ഏർപ്പാടല്ലേ ഇത്? ഇതിനെതിരെ പ്രതികരിക്കണം. ഞങ്ങള് പ്രതികരിച്ചോളാം. സ്ത്രീകൾക്കെതിരെ എന്താ രീതി കണ്ടാലും ഞാൻ പ്രതികരിക്കും. നിന്റെ പ്രതികാരനോട് ആവശ്യമില്ല. അപ്പച്ചി പ്രതികരിക്കണോട് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. എടി, നിന്നോട് നിന്റെ അമ്മയോട് എനിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന എന്തിനോട് ഞാൻ പ്രതികരിക്കും. ഇത് ഞങ്ങളുടെ കുടുംബാരെ, ഞങ്ങൾ നോക്കിക്കോളാം. എടി, ഞാനോട് പ്രതികരിക്കട്ടെ. ഞാനും വരട്ടെ പ്രതികരിക്കാൻ. എന്നാ കമോൺ, നമുക്ക് മൂന്നേർക്കും കൂടി ഒരുമിച്ച് പ്രതികരിക്കാം. മാറ്റങ്ങട്. എടി, പ്രതികരിക്കട്ടെ. ആക്കി. ഈ വീട്ടിലെ സ്ത്രീകൾക്കും ലോകത്തിലെ സകല സ്ത്രീകൾക്കും വേണ്ടി നമ്മൾ പ്രതികരിക്കാൻ പോകുന്നു. പ്രതികരിക്കാം. ഉഷാറാവ്. പ്രതികരിക്കാം. കമോൺ, നമുക്ക് പ്രതികരിക്കാം. പാത്രം എടുക്കണം. അല്ല, വിരിച്ചിട്ട് വന്നാ മതി. ഓരോ ശല്യങ്ങളായിരുന്നു റോട്ടിൽ കൊല്ലാനായിട്ട്. നീ ആരാടാ ശല്യം വിളിച്ചത്? അയ്യോ, വേണമെങ്കിലല്ല. പിന്നെ ഞാനേ എന്റെ വണ്ടിന്റെ മുമ്പിൽ വന്ന ആളെയാണ് ഞാൻ ശല്യം എന്ന് വിളിച്ചത്. നിന്റെ റൂട്ടൊക്കെ എനിക്ക് മനസ്സിലായി. നീ പോയി നിന്റെ അച്ഛനെ വിളിച്ചിട്ട് വന്നേ. അവൻ ശല്യം എന്ന് വിളിച്ച ആരാന്ന് എനിക്ക് മനസ്സിലായില്ലെന്നാണ് വിചാരം. അതെങ്ങനെ അപ്പന്റെ മോനല്ലേ, അവൻ അതിന്റെ അപ്പുറവും വിളിക്കും. എടാ, നീ എന്താടാ എന്നെ വിളിച്ച്? അയ്യോ, ഞാൻ പ്രകാശിന്റെ അമ്മയെ ഞാൻ വിളിച്ചില്ല. അപ്പൊ അപ്പുണ്ണി ഒന്ന് പറഞ്ഞതോ? അത് പ്രകാശിയാണ് ഞാൻ വിളിച്ചത്. നീ എന്തിനാ പ്രകാശനെ അന്വേഷിക്കുന്നത്? അത് ഞങ്ങൾ കുറച്ച് ബിസിനസ്സുകാരെ സംസാരിക്കാൻ വേണ്ടിട്ടാണ്. നീ ബിസിനസ് കാര്യം പറഞ്ഞ എന്റെ പ്രകാശനെ വഴിതെറ്റിക്കല്ലടാ. ഞാനാ? എന്റെ അമ്മ വീട്ടിൽ പറയുന്നറിയോ, നിങ്ങളുടെ മകനാണ് എന്നെ വഴിതെറ്റിക്കണെന്നാണ്. വഴിതെറ്റാനായിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? അമ്മ, അത് പിന്നെ എന്റെ ബിസിനസ് നടക്കണമെങ്കിൽ പ്രകാശ് എന്റെ കൂടുതൽ വേണം. നിനക്ക് പ്രകാശന്റെ പൈസ വേണം, അതിനാ നീ അവന്റെ പുറകെ നടക്കണം. അല്ലടാ അമ്പടോ. എന്താ ഈ പറയണത് നിങ്ങൾ? പ്രകാശന്റെ പൈസ വേണം? അതെ. പ്രകാശി, നിങ്ങളുടെ അമ്മ പറഞ്ഞു കേട്ടോ, നിങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുവന്നു. നീ പുറകെ നടക്കാതിരുന്ന പോലെ സൈഡിലോ മുമ്പിലോ നടന്നു, അപ്പൊ ഓക്കെ അല്ലേ? നീനെ കളിയാക്കൊല്ലടാ. തമാശ പറഞ്ഞല്ലേ? ഇവൻ കൊണ്ട് വഴിയാധാരാക്കുമ്പോഴേ നിനക്ക് ഈ അമ്മ പറഞ്ഞ് മനസ്സിലാവും. എന്തു അമ്മ ഇത്? ചുമ്മാ നിങ്ങൾ ചുമ്മാ ഒരു വർത്തമാനം പറയൂ കേട്ടോ. പറഞ്ഞാ നീ എന്ത് ചെയ്യും? പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും. എനിക്ക് പറയാൻ പറയാം കേട്ടോ. എന്തുവാണ് ഇതെന്റെ അമ്മയാണാ? അമ്മയാന്നോർത്ത് ഇങ്ങനെയാണോ സംസാരിക്കണത്? നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയടാ. അമ്മേ, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകത്തില്ല. ഞാനേ പ്രകാശ് വിളിച്ചിട്ടാണ് വന്നത്. അമ്മേ, ഞങ്ങൾക്കൊരു ബിസിനസ് കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത് വേണുകുട്ടനെ. രണ്ടും പോകുന്ന ഇറങ്ങി, രണ്ടും പോ. ഓ, വാ. ഇവിടൊക്കെ കാലമടക്ക് ഒരു ഒറ്റ വെച്ച നാട്ടിലോ പെട്ടയ്ക്ക് നീ അവിടെ കിടന്നു. തള്ള ഇപ്പൊ നിലത്ത് കിടന്ന് പഠിച്ചേനെ. എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? നിങ്ങൾ ഇപ്പൊ വീടിരുന്നെങ്കിൽ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോണ്ടി വന്നേനെ. അടങ്ങി ഇതൊക്കെ ചെയ്യുന്ന നല്ലത് കേട്ടാ. പ്രായമൊക്കെ ഒന്ന് ചിന്തിക്കണം. വൈദ്യശാല ടീമൊക്കെ മേക്കപ്പ് ഇട്ട് ഇറങ്ങിയേക്കോ രാവിലെ. അയ്യോ, എന്റെ പ്രകാശ മേക്കപ്പ് ഇട്ട് നടക്കുന്നു ഞാൻ.